കലികാല കാലുഷ്യത്തിൻ്റെ കരിങ്കടലിലെന്നതുണ്ടെന്ന് കാമക്രോധ മഹാദേവൻ ചുഴികളിൽ നീളുന്ന ജന്മം ഓരോന്നും കരങ്കൂപ്പി നിൽക്കുന്ന ആദിലോകത്ത് ആദിനാഥൻ വൈദ്യനാഥൻ തമ്പുരാൻ സകലാഭയവരദായകനായ സാക്ഷാൽ അയ്യപ്പദേവൻ്റെ തിരുസന്നിധിയിലേക്കുള്ള വഴിയിൽ പമ്പ നദീതീരത്താണ് നമ്മളുള്ളത്. ഈ വിശ്രമ കേന്ദ്രത്തിന് തൊട്ടടുത്തായി പമ്പയ തീരത്ത് ബലി മണ്ഡപം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പമ്പയുടെ ഭാഗപ്രദേശങ്ങളെ ക്ലീൻ ചെയ്ത് കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് ഉപയോഗമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് കോളേജ് സ്റ്റുഡൻസ് ക്ലീനിങ്ങിനായിട്ട് എത്തിയിട്ടുണ്ട്. അയ്യപ്പനെ കണ്ടു തൊഴുത് ആത്മസായുജ്യമടയാൻ തിരുസന്നിധിയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാരോടായി ഒരു വാക്ക്: നിങ്ങൾ എത്തിച്ചേരുന്ന ഈ പുണ്യമായ ഇടം മലിനമാക്കാതെ ഭഗവാനെ കണ്ട് ആത്മസായുജ്യമടഞ്ഞ് തിരികെ മടങ്ങി മുദ്രയെ അഴിച്ചു വയ്ക്കുന്നത് വരെ മനസ്സും ശരീരവും ശുദ്ധമാക്കുന്നത് പോലെ പരിസരം കൂടി ശുദ്ധമായി സൂക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പമ്പാതീരത്ത് അയ്യപ്പ ഭക്തന്മാർ കടന്നു പോകുന്ന നടപ്പന്തലാണ് നമുക്ക് മുന്നിലൂടെ കാണുന്നത്. നാളെ വൈകുന്നേരമാണ് നട തുറക്കുന്നതെങ്കിലും നേരത്തെ തന്നെ ഇരുമുടിയേന്തി അയ്യപ്പന്മാർ പമ്പയിലെത്തിയിട്ടുണ്ട്. അവരിവിടെ വിശ്രമിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും പുതുതായിട്ട് 2 നടപ്പന്തലാണ് വീണ്ടും ക്രമീകരിച്ചിട്ടിരിക്കുന്നത്. അനിയന്ത്രിതമായ തിരക്കുകൾ അനുഭവപ്പെടുന്ന സമയത്ത് ആ തിരക്ക് ക്രമീകരിക്കാൻ കൂടി പറ്റുന്ന രീതിയിലാണ് ഈ നടപ്പന്തൽ ക്രമീകരിച്ചിട്ടിരിക്കുന്നത്. അയ്യനെ കണ്ടു തൊഴാൻ സന്നിധിയിലെത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ